തൃശൂർ പാലപ്പിള്ളി എലിക്കോട് പുലി ഇറങ്ങി. പശുക്കുട്ടിയെ കൊന്നു. എലിക്കോട് കരിമ്പനക്കൽ അലവിയുടെ 3 മാസം പ്രായമായ പശുക്കിടാവിനെയാണ് കൊന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, പാലപ്പിള്ളിയിൽ ഇപ്പോൾ പുലി ഇറങ്ങിയിരിക്കുന്നു. ഒരു പശുക്കിടാവിനെ കൊന്നിരിക്കുന്നു. 3 മാസം പ്രായമായ പശുക്കിടാവിനെ കൊന്നു. ഈ പ്രദേശത്ത് വന്യജീവി ശല്യം രൂക്ഷമാണോ? എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ഈ മേഖലയിൽ ദിവസങ്ങളായി ഇത്തരത്തിൽ പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാക്കൾ കൊല്ലപ്പെടുന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഇന്ന് പുലർച്ചെയാണ് ഒരു പശുക്കിടാവിനെ പുലി കടിച്ചു കൊന്നത്. പാലപ്പള്ളി എലിക്കോട് മേഖലയിലാണ്. എലിക്കോട് കരിമ്പനിക്കൽ അലവി എന്ന് പറയുന്ന ആളുടെ 3 മാസം മാത്രം പ്രായമുള്ള പശുക്കിടാവിനെയാണ് പുലി കടിച്ചു കൊന്നത്. ഹാരിസൺ മലയാള എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന പേടയ്ക്ക് സമീപമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഈ ജനവാസ മേഖലയിൽ പുലി തുടർച്ചയായി ഇറങ്ങുന്നതോടെ നാട്ടുകാർ കടുത്ത ഭീതിയിലാണ് ഉള്ളത്. എന്തായാലും വനവകുപ്പ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഇവർ നാളുകൾക്ക് മുന്നും ആവശ്യപ്പെടുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പുലി ഇറങ്ങുന്നതിൽ യാതൊരു കുറവും ഈ മേഖലയിലില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ശനിയാഴ്ച കുണ്ടായി എസ്റ്റേറ്റിന് സമീപവും ഒരു പുലി ഇറങ്ങിയിരുന്നു. അന്നും ഇതുപോലെ തന്നെ ഒരു പശുക്കിടാവിനെ കടിച്ച് കൊന്നു. കിളിയമണ്ണിൽ അലീമ എന്ന് പറയുന്ന ആളുടെ പശുക്കിടാവിനെയാണ് അന്ന് പുലി പിടികൂടിയത്. അത് ഇറങ്ങിയത് ഈ തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിനോട് ചേർന്നുള്ള പമ്പ് ഹൗസിനടുത്ത് വെച്ചാണ് അന്ന് പുലി ഇറങ്ങിയത്. അന്നും ഇതുപോലെ കടുത്ത പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായിരുന്നു. മലയോര കർഷക സംരക്ഷണ സമിതി ഈ വന്യജീവികൾ ഇത്തരത്തിൽ ഈ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങുന്നത് തടയണം, വനവകുപ്പ് കാര്യക്ഷമമായി ഇടപെടണം എന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമൊക്കെ ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പൊ ഏറ്റവും ഒടുവിലായി ഇന്ന് പുലർച്ചെ വീണ്ടും ഈ മേഖലയിൽ പുലി ഇറങ്ങി മറ്റൊരു പശുക്കിടാവിനെ കടിച്ചു കൊന്നത്. എന്തായാലും കടുത്ത ഭീതിയോടെയാണ് ഈ മേഖലയിലുള്ളവർ കഴിയുന്നത്. കൂടുതലും തോട്ടം തൊഴിലാളികളാണ്. രാവിലെ സ്വസ്ഥമായി സ്വൈര്യമായി ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉള്ളതെന്നാണ് ഇവർ പറയുന്നത്. ഈ പുലിപ്പേടിയിൽ പുലി മാത്രമല്ല, കാട്ടാനകളുടെ ശല്യവും ഈ മേഖലയിൽ രൂക്ഷമാണ്. നമുക്കറിയാം, നാളുകൾക്ക് മുൻപ് ഈ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്താനായി കുങ്കിയാനകളെ വരെ ഇറക്കിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പാലപ്പള്ളി മേഖല. അതിനുശേഷം ആ സമയത്ത് ആനയുടെ ആ ശല്യം രൂക്ഷമായിരുന്നെങ്കിൽ പിന്നീട് പുലിയുടെ ശല്യമാണ് ഈ മേഖലയിൽ ഇപ്പോൾ രൂക്ഷമായി തുടരുന്നത്. ദിനം പ്രതി എന്നോണം ഈ മേഖലയിൽ വന്യജീവി ആക്രമണമുള്ള ഒരു മേഖല. നമുക്കറിയാം, വിനോദസഞ്ചാര മേഖല കൂടിയാണ്. ചിമ്മിനി ഡാം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. മറ്റ് പുറമെ നിന്ന് പോലും ആളുകൾ സ്ഥിരമായി വിനോദസഞ്ചാരം ഒരു ലക്ഷ്യമാക്കി ചിമ്മിനി ഡാമിലേക്കൊക്കെ വരുന്ന ഒരു വഴി കൂടിയാണ് ഈ പാലപ്പള്ളി വരന്തരപ്പള്ളി എല്ലാ മേഖലയും. ഇവിടെയാണ് ഈ ഇത്തരത്തിൽ പുലിയുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. എന്തായാലും വനവകുപ്പ് കൃത്യമായി ഇടപെട്ട് ഇത്തരത്തിലുള്ള വന്യമൃഗ ശല്യത്തെ തടയാനാണ് ഇവിടെയുള്ളവർ ആവശ്യം ഉന്നയിക്കുന്നത്. വൃന്ദ, അനീഷ്, നിരന്തരം വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശത്ത് വനംവകുപ്പിന്റെ യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ലേ? കൃത്യമായി പറഞ്ഞാൽ RRT അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ സേവനം കാര്യക്ഷമമായി വിനിയോഗിക്കണം എന്നാണ് ഇവിടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. ഈ ആന ശല്യം ഇറങ്ങുമ്പോഴും ഇത്തരത്തിൽ ആവശ്യങ്ങൾ ഇവർ കൃത്യമായി ഉന്നയിച്ചിരുന്നു. ഈ പുലി ശല്യം വന്നപ്പോഴും ഇത്തരത്തിൽ വനംവകുപ്പ് കൃത്യമായി ഇടപെടണം, പട്രോളിംഗ് ശക്തമാക്കണം. ഈ പുലി വന്യജീവി ഇറങ്ങുന്ന ഈ സമയത്ത് ശബ്ദമുണ്ടാക്കുന്ന തരത്തിലുള്ള വാഹനം വനംവകുപ്പിനുണ്ട്. അത്തരത്തിലുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ കാര്യക്ഷമമായി ഉപയോഗിക്കണം എന്ന ഒരു ആവശ്യവും ഈ മേഖലയിലുള്ളവർ ഉന്നയിക്കുന്നത്. എന്തായാലും വിദ്യാലയങ്ങളുണ്ട് ഈ മേഖലയിൽ, തോട്ടം തൊഴിലാളികളുണ്ട്, വിനോദസഞ്ചാരികൾ വരുന്ന മേഖലയാണ്. ഇവരൊക്കെ എല്ലാവർക്കും കടുത്ത ഭീതിയിലാണ്. കാരണം ജനവാസ മേഖലയിലാണ് ഇപ്പോൾ ഈ പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊണ്ടുവന്ന് പറയുന്നു. അവിടുത്തെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയോടെല്ലാം ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിൽ പുലി പശുക്കിടാവിനെ കഴിച്ചു കൊല്ലുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് മനുഷ്യരാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ മനുഷ്യർക്ക് നേരെ കൂടി ഇത്തരത്തിൽ പുലിയുടെ ആക്രമണം ഉണ്ടായേക്കാം. അതുകൂടി കണക്കിലെടുത്താണ് ഇവർ കടുത്ത ഭീതിയിലാണ്. വനവകുപ്പ് കൃത്യമായ ഇടപെടൽ നടത്തണം എന്ന ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. വൃന്ദ, വ്യക്തമാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി.